കുറ്റിപ്പുറം പഞ്ചായത്ത് അംഗം അബ്ദുള്ളക്കുട്ടി കൈപ്പള്ളി നമുക്കൊപ്പം ഉണ്ട്. ശ്രീ അബ്ദുള്ളക്കുട്ടി, അങ്ങ് സ്ഥലത്തുണ്ടോ? എന്താണ് സംഭവിച്ചത്? എത്ര പേർക്ക് പരിക്കുണ്ട്? ഒരു മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങൊന്ന് കൺഫേം ചെയ്യാമോ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന്? ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ഒരാൾ നില സീരിയസ് ആണ്, മറ്റുള്ള ആളുകളുടെ തലക്ക് പൊട്ടിയിട്ടുണ്ട്. എല്ലാവരെയും പെറുക്കിയെടുത്തുകൊണ്ട് മൊത്തത്തിൽ കിട്ടിയ വാഹനത്തിൽ എല്ലാം ഇവിടെ 3 ഹോസ്പിറ്റലുകൾ കുറ്റിപ്പുറത്ത്. ഒന്ന് താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റല്, ഒന്ന് അമ്മാന പ്രൈവറ്റ് ഹോസ്പിറ്റല്, ഒന്ന് ഹിൽഫോർട്ട് ഹോസ്പിറ്റല്. ഈ 3 പിന്നെ ഹയാത്ത് ഹോസ്പിറ്റല്. ഈ ഹോസ്പിറ്റലിലൊക്കെ ആളുകൾ എത്തിച്ചിട്ടുണ്ട്. ബസ് മൊത്തം എത്ര പേരുണ്ട്? മൊത്തം എത്ര പേരെന്ന് കറക്റ്റ് പറയാൻ വയ്യ. കാരണം കിട്ടിയ ആളുകൾ മുഴുവൻ പെറുക്കെടുത്തിട്ട് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഇപ്പോൾ ബസ്സിൽ ആരുമില്ല. അവസാനത്തെ ഒരാള് കമ്പിയിൽ കുടുങ്ങിക്കിടന്നിരുന്നു. അവരെ പാമ്പിലെ ഫയർഫോഴ്സുകാരും വന്നിട്ട് കമ്പി പൊടിച്ചിട്ട് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ബസ് പിന്നെ മറിഞ്ഞുകൊണ്ട് പിന്നെ നിർത്തുന്നുണ്ട്. ബസ് ഇപ്പൊ ബസ്സിന്റെ അടിയിൽ ഇപ്പൊ ആരുമില്ല. ഒരു കാറിനെയും ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. കാറ് നേരത്തെ വന്ന അപകടമാണ്. കാറ് ഒരു 4 ദിവസം മുന്നേ വന്ന് മറിഞ്ഞതാണ്. ഇപ്പൊ ഈ ബസ് ഡിവൈഡറിൽ ഇടിച്ചുകൊണ്ട് മറിഞ്ഞതാണ്. നല്ല സ്പീഡായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. നേരത്തെ കിടന്ന കാറിന് മുകളിലേക്കാണ് മറിഞ്ഞത്? അതെ, അതിന് തൊട്ടടുത്ത് മുകളിൽ നിന്ന് പറയുമ്പോൾ കാര് തൊട്ടടുത്ത് ഒരു ഡിവൈഡറും ഇടിച്ചിട്ട് പോയി മറിഞ്ഞാണ് ബസ്. ഈ കാർ ഇപ്പോഴുള്ള കാറല്ല, ഒരു 3 ആഴ്ച മുന്നേ ഒരു അപകടം സംഭവിച്ചിട്ട് ഉണ്ടായ കാറാണ്. അതിലേക്ക് നമുക്ക് വരാം. അപകട മേഖലയാണെന്ന് മനസ്സിലാവുന്നത്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ രക്ഷാപ്രവർത്തനത്തിൽ അങ്ങുൾപ്പെടെയുള്ളവർ ഏർപ്പെട്ടതാണല്ലോ, അവിടുത്തെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. എങ്ങനെയാണ് ആളുകളുടെ ഒരു സ്ഥിതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ? എല്ലാരും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ വലിയ ജനക്കൂട്ടമുള്ളത്. അല്ല, എല്ലാവരുടെയും സ്ഥിതി എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ആരോഗ്യം എങ്ങനെയാണ്? വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ? ഇല്ലല്ല, ഒരു ചെറിയ ചെറിയ പരിക്കുകളുള്ളവരുണ്ട്, തല പൊട്ടി അപകടമുള്ളവരുണ്ട്, പെറുക്കി എടുത്തിട്ട് കൊണ്ടുപോയ ആളുകളുണ്ട്. അതിലൊരാളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവരെ താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ആരും മരണപ്പെട്ടു. ആ ബസ്സിന്റെ ഉള്ളിൽ കിടന്ന് കമ്പി പൊട്ടിച്ചെടുത്ത ആളുടെ നില കുറച്ച് സീരിയസ് ആണ്. അതാണോ അവസാനം പുറത്തെടുത്ത ആൾ? അദ്ദേഹമാണോ? അത് സ്ത്രീയാണോ പുരുഷനാണോ? അത് പുരുഷനായിട്ടാ കണ്ടത്. അല്പം ആശങ്കയുള്ള സ്ഥിതിയാണ്. എന്തായാലും പരിക്കുകളുണ്ട് കാര്യത്തിൽ. ഈ മരണം എങ്ങനെയാണ് സ്ഥിരീകരിച്ചത്? ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷമാണോ ഒരാൾ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചതോ രക്ഷാപ്രവർത്തന സമയത്ത് തന്നെ? എല്ലാവർക്കും രക്ഷാപ്രവർത്തനത്തിൽ ജനക്കൂട്ടം ഫുള്ളുണ്ട്. പോലീസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ഇവിടെ ആംബുലൻസ് ഉണ്ട്. പക്ഷെ എല്ലാ ഭാഗത്തേക്കും ആളെ കൊണ്ടുപോയിട്ടുണ്ട്. ബസ് നികത്തുന്നത് ഉയർത്തി പൊന്തിക്കുന്നുണ്ട്. ബസ്സിന്റെ അടിയിൽ ആരുമില്ല. ബസ്സിനടിയിൽ ആരുമില്ല. ഈ ആശുപത്രികളുടെ പേര് ഒന്നുകൂടി പറയാമോ? കാരണം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ്, ഒരു വലിയ അപകടവുമാണ്. അപ്പോൾ ഒന്ന് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലാണ്, ഒന്ന് അമ്മാന ഹോസ്പിറ്റലാണ്, ഒന്ന് ഹയാത്ത് ഹോസ്പിറ്റലാണ്, ഒന്ന് ഹിൽഫോർട്ട് ഹോസ്പിറ്റലാണ്. ഇതെല്ലാം കുറ്റിപ്പുറത്തിന് സമീപത്താണോ? ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? അത് കുറ്റിപ്പുറം ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ്, ഹൈവേയിലാണ്. ഈ അപകടം നടന്ന സ്ഥലത്ത് അത് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം, പ്രധാനപ്പെട്ട പാതയുടെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഫയർഫോഴ്സ് ഉൾപ്പെടെ പെട്ടെന്ന് എത്തിയല്ലേ? വന്നോട് കൂടിയിട്ട് ആൾക്കൂട്ടം ഒന്നാകെ വന്നിരുന്നു. കണ്ടമാൻ ജനക്കൂട്ടുണ്ട്. എല്ലാവരും രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സ് ഇപ്പോഴുണ്ട്, പോലീസ് ഉണ്ട്, മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആംബുലൻസ് ഉണ്ട്. ആ ജനക്കൂട്ടം മൊത്തം ഉണ്ട് ഇവിടെ. ബസ്സിനിടയിൽ ആരുമില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവസാനം കമ്പി പൊട്ടിയെടുത്ത ആളായിരുന്നു. എല്ലാവരും മുൻപന്തിൽ തന്നെ ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ ജനക്കൂട്ടം തന്നെയാണ്. വാഹനങ്ങൾ ബ്ലോക്കില്ല. ബ്ലോക്കൊക്കെ പിന്നെ തീർത്തുകൊണ്ട് പോലീസും ജനങ്ങളും ബസ് റോഡൊക്കെ ബ്ലോക്ക് തീർത്തിട്ടുണ്ട്. ഇത് ദേശീയപാത തന്നെയല്ലേ അതോ മറ്റു പാതയാണോ? ദേശീയപാത, ഹൈവേ ദേശീയപാത. ദേശീയപാതയിൽ പണിയെടുക്കുക. ഇത് കുറ്റിപ്പുറം പാലത്തിന് മുൻപാണോ ശേഷമാണോ ഈ അപകടം ഉണ്ടായത്? ബ്ലോക്ക് ഉണ്ടോ? വലിയ ബ്ലോക്കായി മാറിയോ? ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടോ? ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു നേരത്തെ. ഇപ്പൊ പക്ഷേ ഗതാഗതമൊക്കെ പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രശ്നമില്ല. ആക്സിഡന്റ് ആളുകൾ മൊത്തം ഹോസ്പിറ്റലിൽ എത്തി. ഇത് ടൗണിന് മുൻപാണോ? ഏത് ഭാഗത്താണ് ഇത്? കോഴിക്കോടിന് വരുമ്പോ നമ്മളെ ടൗണിലേക്ക് എത്തുന്നതിന് മുന്നേ. ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാർ അവിടെ ഉണ്ടായിരുന്നു. ആ കാറിന് മുകളിലേക്കാണ് ഈ ബസ് മറിഞ്ഞതെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഈ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? ഇങ്ങനെ നിരന്തരമായി അപകടം ഉണ്ടാകുകയാണ്. ഈ പണിയുടെ ഭാഗമായി വേണ്ട ക്രമീകരണം അവിടെ ഇല്ലേ? പൂർണ്ണമായിട്ടും പണിയുടെ ഭാഗമാണ് നമുക്ക് പറയാൻ വയ്യ.
നിരന്തരമായിട്ട് അപകടമുള്ള സ്ഥലമായിട്ട് ഇത് കണ്ടിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇത് വാഹനത്തിന്റെ ഓവർ സ്പീഡ് ഒരു അപകടത്തിന് കാരണമാകുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുന്ന അശ്രദ്ധയും കാരണമുണ്ട്. മൊത്തത്തില് ഈ ഹൈവേന്റെ റോഡിന്റെ അവസ്ഥ പിന്നെ വിഷയത്തെ പറ്റി നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ വയ്യ. അശ്രദ്ധ ഉണ്ടായ അപകടം. ഇപ്പോൾ ഈ കാറ് നേരത്തെ അപകടത്തിൽപ്പെട്ടു, അതുകൊണ്ടാണ് തുടർച്ചയായി അപകടം ഉണ്ടോ എന്ന് ചോദിച്ചത്. അശ്രദ്ധ ഉണ്ടായ അപകടമെന്നാണോ അങ്ങ് അവിടെയുള്ള ആൾ എന്ന നിലയിൽ പറയാൻ കഴിയുക? അതോ ഈ ഭാഗത്ത് ഒറ്റപ്പെട്ട അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒറ്റപ്പെട്ട അപകടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്, ഈ സൈഡിൽ. അതിന്റെ റോഡിന്റെ കംപ്ലൈന്റ് കൊണ്ട് ഉണ്ടായി നമുക്ക് വ്യക്തമായി പറയാൻ വയ്യ. ഞങ്ങൾ ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്, കുറ്റിപ്പുറത്ത്. ഈ ഭാഗത്ത് ഈ റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ നിരന്തരമായിട്ട് ഇവിടെ അപകടം ഉണ്ട് നമുക്ക് പറയാം. ഒറ്റപ്പെട്ട അപകടം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു 4 മുന്നേ കാറ് പറഞ്ഞു. അതിന്റെ മുന്നേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇല്ലാന്ന് പറയാൻ വയ്യ. ഇപ്പോൾ ഈ വട്ടപ്പാറ വളവൊക്കെ അപകടത്തിന് കുപ്രസിദ്ധി കേട്ട സ്ഥലമാണല്ലോ. നിരവധി ജീവനുകൾ നഷ്ടമായതാണ്. നമ്മുടെ ജഗദീഷ് കുമാർ ഉൾപ്പെടെ ഇപ്പോഴും അദ്ദേഹത്തിന് ആ അപകടത്തിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് പറയാൻ കഴിയില്ലല്ലേ. ഇത് ഈ സ്പീഡ് കൊണ്ടും മറ്റും ഉണ്ടാകുന്ന അപകടം മാത്രമല്ല, അവിടെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ സമീപത്ത് പണികൾ നടക്കുന്നതായൊക്കെ തോന്നുന്നുണ്ട്. അതേതെങ്കിലും തരത്തിൽ അപകടത്തിന് വഴിവെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇതിനോട് താരതമ്യം ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. വട്ടപ്പാറ പറഞ്ഞാൽ മൊത്തത്തില് അപകടങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അപകടം സ്ഥിരമായിട്ടുണ്ടാവുന്ന സ്ഥലമല്ല. കാലാവസ്ഥ മോശമായിരുന്നു. മഴച്ചാറിലുണ്ട്. ബസ് പരിപൂർണമായി തകർന്നതായിട്ടാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടി ഉണ്ടായതായിരിക്കാം അല്ലെ? അപകടത്തിന്റെ മാത്രമല്ല, എല്ലാവരെയും പുറത്തിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടി ഉണ്ടായതാണോ? ബസ് രണ്ടായിട്ട് കിടക്കുന്നത് വളരെ ഒരു പിന്നെ രണ്ട് ഭാഗമായിട്ട് ബസ് കിടക്കുന്നത്, മറിഞ്ഞിട്ട് 2 പീസായിട്ട് കിടക്കുന്നത്. അത്ര വലിയ അപകടമായിരുന്നു. അതെ, ബസ് ക്രെയിൻ കൊണ്ടിട്ട് ബസ് പൊന്തിച്ചു കൊടുക്കുകയാണ്. അല്ല, ഇപ്പോൾ ഈ ഒരു ഡിവൈഡറിന്റെ മുകളിലൂടെ ഒരു ഭാഗം മറുഭാഗത്തായി കിടക്കുന്നതാണ് കാണുന്നത്. ഈ ഡിവൈഡറിലാണോ ഇടിച്ച് മറിഞ്ഞത്? നമ്മള് ഇത് കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടാണ്. അപ്പൊ കോഴിക്കോട് 2 ഭാഗമാണ്. ഒന്ന് ഡയറക്റ്റ് പിന്നെ തൃശ്ശൂർക്ക് പോവാം, ഒന്ന് വേറെ ഒരു സർവീസ് റോഡിൽ കൂടി കയറാം. ഇത് ഹൈവേ കൂടെ കയറി വന്നിട്ട് ഒരു ഡിവൈഡറും എടുത്തിട്ട് മറ്റു ഭാഗത്തേക്ക് മറിഞ്ഞാണ്. മറുഭാഗത്തേക്കാണ് മറിഞ്ഞത്. മറുഭാഗത്തെ ഡിവൈഡറിന് മുകളിലൂടെയാണ് റൈറ്റിലുള്ള ഡിവൈഡറും എടുത്തിട്ട് ലെഫ്റ്റ് ഭാഗത്തേക്ക് അത് മറിഞ്ഞിട്ടുണ്ട്. അവിടെ നേരത്തെ ഒരു കാർ അപകടമായിട്ട് കയറിയത്, അതിന്റെ ഭാഗത്തേക്കാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ സ്പോർട്സിലുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ എപ്പോഴും ജനക്കൂട്ടാണ്, പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. വളരെ എല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ബസ് ഉയർത്താനുള്ള ശ്രമമാണ്. ഒരു ഭാഗത്തുകൂടി ഗതാഗതം ക്രമീകരിച്ചിരിക്കുകയാണ് അല്ലേ? ഈ റോഡിൽ കൂടി തന്നെ ഒരു ഭാഗത്തൂടെ ഗതാഗതം ഉണ്ട്. ഒരു ഭാഗത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പ്രശ്നങ്ങളില്ല. തൃശ്ശൂർ ഭാഗത്തേക്ക് ഭാഗമാണ് ബ്ലോക്ക് ഉണ്ടായിരുന്നത്, അത് ഇവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും, ക്രെയിനായിട്ട് ആ ബസ് പൊന്തിക്കാൾ വരുന്നതാണ്. ബസ്സിന് വലിച്ചിട്ടിട്ടുണ്ട് പുറത്തേക്ക്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭയപ്പാടാണ്. കാരണം അത്രമേൽ ആ ബസ് പരിപൂർണമായി തകർന്നു പോയതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പരിക്കിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. വലിയ കുഴപ്പമില്ല എല്ലാവർക്കും. മരണത്തിന്റെ റിപ്പോർട്ട് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് എല്ലാ ഭാഗത്തും. അവിടെ നിങ്ങളെ വിളിക്കാം. നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ് കുറ്റിപ്പുറത്ത്. നമ്മളെ സ്പോട്ടിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3-4 ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം നമ്മൾ നിങ്ങളെ വിളിക്കാം. അവിടുത്തെ അവസ്ഥ അറിഞ്ഞിട്ട് വിളിക്കാം. ശരി, നന്ദി ശ്രീ അബ്ദുള്ളക്കുട്ടി കൈപ്പള്ളി. വിശദമായി അവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങൾ അവിടെയുള്ള ആൾ എന്ന നിലയിൽ, അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായി ആ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വലിയൊരു അപകടമാണ്. ആ ബസ് പരിപൂർണമായി തകർന്നു പോയത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്.